ഡോക്ടർ ആൻമേരി ക്യാബിനിലുണ്ട് മാഡം. വേറെ പേഷ്യൻസ് ആരെങ്കിലും? ഞാൻ വരുമ്പോ ഫ്രീ ആയിരുന്നു, ആരുമില്ല. താങ്ക് യു. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ആ വാ വാ. സംഗീത ഇരിക്കുക. വിപിൻ ഡോക്ടറിന് ലീവാണെന്ന് തോന്നുന്നു. അയ്യോ, ഞാനിവിടെ വന്നത് വിപി അറിയരുത്. വിപി മാത്രമല്ല, ആരും. അതാ ഞാൻ ഫോൺ വിളിച്ചപ്പോ എനിക്ക് ഡോക്ടറോട് പേഴ്സണലായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്. എന്താ സംഗീത? അത് പറയാം. എന്തായാലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നോക്കിയേ. 2 കുഞ്ഞുങ്ങൾ ഒരേ സമയം ഒരേ കുടുംബത്തിലേക്ക്, അതും അമ്മയ്ക്കും മകൾക്കുമായി. എന്തൊരു ഭാഗ്യവതിയാണ് സംഗീത. ഒരേ സമയം അമ്മയും മുത്തശ്ശിയാവുന്നു. പക്ഷേ എനിക്ക് പറയ് സംഗീത, എന്താ പ്രശ്നം? അനു എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ നീലിമ ഡോക്ടർ പറഞ്ഞു. അത് തന്നെയാണ് ഡോക്ടർ പ്രശ്നം. ഈ കുഞ്ഞാണ് പ്രശ്നം. എനിക്ക് ഇനിയൊരു കുഞ്ഞ് പിറക്കുന്നത് ചക്കിക്ക് അനുക്കുട്ടിക്ക് ഇഷ്ടമല്ല. അവളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നുള്ള ഭയം. അതുകൊണ്ട് എനിക്ക് കുഞ്ഞ് വേണ്ട ഡോക്ടർ. എന്റെ ചക്കയുടെ സ്നേഹം നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കൊന്നും വേണ്ട. കഷ്ടം. വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ലേ സംഗീത, വിവരമുള്ള സ്ത്രീയല്ലേ, ഒരു കലാകാരിയല്ലേ. ഒരു ജീവൻ ഇല്ലാതാക്കണമെന്ന് പറയാൻ സംഗീതയ്ക്ക് എങ്ങനെ തോന്നി? സംഗീത ഫോൺ വിളിച്ച് ഒറ്റയ്ക്ക് കാണുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചതാ ഈ ഒരു ആവശ്യമായിട്ടായിരിക്കും സംഗീത എന്നെ കാണാൻ വരുന്നതെന്ന്. വേറെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. എനിക്കെന്റെ ചക്കയുടെ സ്നേഹം തിരിച്ചു വേണം. അതിന് സ്വന്തം വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണോ? അതിന്റെ മുഖം സംഗീതയ്ക്ക് കാണണ്ടേ? അതിന് മുലയൂട്ടണ്ടേ? ആഹാ, മോൾ ഇവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുക. എനിക്കെന്ത് സങ്കടം? എനിക്കൊരു സങ്കടവും ഇല്ല. ആ, സങ്കടമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. 10-18 വർഷം ഓമനിച്ച് വളർത്തിയ അമ്മയോടൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമ്പോ സംഗീത കണ്ണുനീരും തുടച്ച് തിരിച്ചു നടന്നു പോന്നത് കണ്ടപ്പോ എനിക്കങ്ങ് സങ്കടം വന്നു. ആ, പിന്നെ ഞാൻ ഓർത്തു, മോളുടെ സ്നേഹം അവരായിട്ടല്ല കളഞ്ഞത്. അതെ, ഞാനായിട്ടല്ലല്ലോ ഉപേക്ഷിച്ചത്. സ്നേഹവും ബന്ധവും ഒന്നും അവരെന്നെയല്ലേ ഉപേക്ഷിച്ചത്. അങ്ങനെ ചിന്തിക്കുമ്പോ മോളുടെ ഭാഗത്ത് തന്നെ ന്യായം.
മോള് രാജകുമാരിയെ പോലെ 18 വർഷം ജീവിച്ച വീട്. അവിടെ മോളുടെ അച്ഛയുടെയും അമ്മക്കുട്ടിയുടെയും ഒക്കെ സ്നേഹത്തിന് അവകാശിയായിട്ട് പുതിയൊരാള്. ഇനിയിപ്പോ ഒന്ന് ഓർത്തു നോക്കിക്കേ, അമ്മക്കുട്ടിയെ ചേർത്ത് പിടിച്ചു കിടക്കാൻ ഒരു കുഞ്ഞു വരാൻ പോന്നു. നാളെ അത് വളർന്നു വലുതാവും. അമ്മക്കുട്ടീന്ന് വിളിക്കും. അപ്പൊ അമ്മക്കുട്ടി ചക്കീന്നുള്ള പേര് പോലും മറന്നുപോകും. അമ്മക്കുട്ടിക്ക് ചെല്ലക്കുട്ടിയായിട്ട് പുതിയ കുഞ്ഞ്. ഞാനത് സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കരുത്. അത് തന്നെ ഞാനും പറയുന്നത്. മോള് നിർബന്ധപൂർവം തന്നെ വീണ്ടും പറയണം. പഴയ സ്നേഹമൊക്കെ അമ്മക്കുട്ടിക്ക് തിരിച്ചു കൊടുക്കാം, പഴയ ബന്ധങ്ങളും തിരിച്ചു വരും. പക്ഷെ ജീവിതത്തിൽ നിന്നും മോളുടെ കുഞ്ഞു ലോകത്ത് നിന്നും ആ കുഞ്ഞു മടങ്ങിപ്പോകണം. അതിനെ മടക്കി അയക്കണം. ജനിച്ചിട്ടൊന്നുമില്ലല്ലോ അത്ര വലിയ മഹാപാപെന്ന് പറഞ്ഞ് ചിന്തിക്കാൻ, അല്ലേ? ഒരു സ്ത്രീ എന്ന നിലയിലും 2 മക്കളുടെ അമ്മ എന്ന നിലയിലും ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാ. പക്ഷേ എനിക്ക് നിന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല. ഈ കുഞ്ഞു പ്രായത്തിൽ നീ എന്തെല്ലാം സഹിച്ചു ഒന്ന് ഓർത്തു നോക്കിയേ. അതിന്റെ കൂടെ നിന്റെ സ്വസ്ഥത കെടുത്താനായിട്ട് മോളുടെ മാത്രം സ്വന്തം എന്ന് കരുതിയ ലോകത്തേക്ക് ഒരു പുതിയ ആള് വരിക എന്ന് പറഞ്ഞ് അതെ, എനിക്കത് സഹിക്കാൻ പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നതൊന്നും മറ്റൊരാളുമായിട്ട് പങ്കിടാൻ ചെറുപ്പം മുതലേ ഞാൻ സമ്മതിച്ചിരുന്നില്ല. എന്റെ കളിപ്പാട്ടങ്ങൾ, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, എന്റേത് മാത്രമായ അമ്മക്കുട്ടി, അതിനിടയിലേക്ക് ഒരാളും കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. വീട്ടിൽ നൃത്തം പഠിക്കാൻ വരുന്ന ഏതെങ്കിലും കുട്ടിയോട് അമ്മക്കുട്ടി ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ പോലും ഞാൻ വഴക്കിടുമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാ ഇത്രയും കാലത്തിന് ശേഷം അവരെനിക്കൊരു കൂടപ്പിറപ്പിനെ പറ്റി ചിന്തിച്ചത്. അത് എന്നോടുള്ള കരുതൽ കൊണ്ടൊന്നും അല്ലല്ലോ. ഒരിക്കലും അല്ല. മോളോട് എന്ത് കരുതലാ. മോളെ അവര് കെട്ടിച്ചു വിട്ടു. ഇനി നിന്റെ വീടും നിന്റെ ലോകവും ഇതാ. മാത്രമല്ല മോൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. അപ്പൊ അവരെന്താ ചിന്തിക്കേണ്ടിയിരുന്നത്? മോൾക്കുണ്ടാവുന്ന കുഞ്ഞിനെ ലാളിച്ചും സ്നേഹിച്ചും വളർത്തുക, അല്ലേ? ഇതിപ്പോ സ്വന്തം കുഞ്ഞിനെ നോക്കണോ അതോ മകളുടെ കുഞ്ഞിനെ നോക്കണോ? മോൾ ഇതൊന്നും ഒരു സങ്കടമായിട്ടോ വിഷമമായിട്ടോ ഒന്നും എടുക്കണ്ട. ഈ അമ്മ മോളുടെ കൂടെ ഇങ്ങനെ നിക്കല്ലേ? മോളുടെ തീരുമാനങ്ങളിൽ നിന്ന് മോള് മാറുകയും വേണ്ട. അതിനുള്ള വഴികൾ ആലോചിക്കേ. എന്തിന് ഞാൻ കൂടെ ഉണ്ടാവും, കേട്ടോ? ആന്റണി, ഇതൊന്നും ഒരു കാരണവശാലും സംഗീത അറിയരുത്. ആന്റണി, ഫോൺ വെച്ചോ. വിപിൻ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഹലോ വിപിൻ, പറയേ. അച്ഛാ, എനിക്കൊന്ന് കാണണം ഉടനെ, കണ്ടേ പറ്റൂ. എന്താ വിപിൻ? അത് നേരി പറയാം. കഴിയുമെങ്കിൽ അച്ഛൻ വാ. ഞാൻ ദേ ഉടനെ വരാം. പറയൂ വിപി, എന്താ കാര്യം? സത്യം പറഞ്ഞാ ഭയന്നാ ഞാനിങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത്. അമ്മ ഇന്നലെ പുറത്തു പോയിരുന്നല്ലേ? യെസ്. വിപിന് വിളിച്ചോ? എന്തോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വഴക്കം പറഞ്ഞു. അമ്മ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ഓ, കുഞ്ഞിന്റെ കാര്യത്തിൽ വല്ലാത്ത ആദ്യ സംഗീതയ്ക്ക്. കുഞ്ഞിന്റെ കാര്യത്തിലുള്ള ആദ്യമോ ആശങ്കയോ കൊണ്ടല്ല അച്ഛ അമ്മ വന്നത്. പിന്നെ പറയാൻ എനിക്ക് സങ്കടമുണ്ട്. ഗതികേട് കൊണ്ടാണെന്ന് എനിക്കറിയാം. സ്വന്തം മകളോട്, അതായത്
അനുവിനോടുള്ള ഇഷ്ടത്തിന്റെ അങ്ങേയറ്റം കൊണ്ടാവാം. ബേബി പറയേ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള വഴി തേടിയ അമ്മ വന്നത്. ഗൈനക്കോളജിസ്റ്റ് ആൻ മേരിയ എന്നെ വിളിച്ചു പറഞ്ഞത്. അത് കഴിഞ്ഞ് അനുവിന്റെ കാല് പിടിക്കാൻ കുതിരപ്പന്തിയിലും അമ്മ വന്നു. എന്തിന്? അച്ഛ, അമ്മയുടെ ആരോഗ്യം മോശം, പിന്നെ അബോർഷൻ. അച്ഛൻ, ഞാനൊരു ഡോക്ടറാ. ജീവൻ കൊടുക്കാനാ ഞാൻ പഠിച്ചിട്ടുള്ളത്, ജീവൻ എടുക്കാനല്ല. അതുകൊണ്ട് അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഇല്ലാതാവാൻ പാടില്ല. ഞാനത് സഹിക്കില്ല. മകളോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ജീവൻ വെച്ച് കളിക്കരുതെന്ന് പറയണം. വഴക്കിടാനാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ വേണ്ടേച്ച. ആന്റണി പറയേ. എന്റെ പൊന്ന ആന്റണി, ഇങ്ങനെ തൊട്ടതിനും പിടിച്ചിട്ടൊന്നും എന്നെ വിളിക്കണ്ട. കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാനല്ലേ ആന്റണി മാനേജറായിട്ട് വെച്ചേക്കുന്നത്. ആന്റണി ആലോചിച്ച് എന്താന്ന് വെച്ചാ ചെയ്യേ. ഒന്നാമത് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുവോ? അന്നേരോ ഞാൻ റെഡി. പക്ഷേ എന്ത് പക്ഷേ? എന്നെ ചതിക്കാം, അല്ലെങ്കിൽ എന്നെ മുൻപിൽ നിർത്തി കളിക്കാമെന്ന വല്ല ധാരണയുണ്ടെങ്കിൽ പൊന്നു മോനെ പ്രവീൺ പരമേശ്വര, നീ അതങ്ങ് കളഞ്ഞേക്ക്. നീ ജസ്റ്റിസിന്റെ മോനാണെങ്കിലേ ഞാൻ പഴയ ഡിവൈഎസ്പിയുടെ മോളാ. ചെത്തിക്കൂർപ്പിച്ച് രാഗി വെച്ചിരിക്കുന്ന ആയുധങ്ങളാ എന്റെ തലയ്ക്കകത്ത്. മനസ്സിലായോ? അപ്പൊ നീ തമിഴ്നാട് യാത്രയുടെ ഡീറ്റെയിൽസ് വിളിച്ച് പറഞ്ഞാ മതി. ഞാൻ വരാം. ഓക്കേ? എന്തൊരു സുന്ദരിയാ അല്ലേ അണ്ണ? ഒറ്റ ആസിഡ് ബൾബ് തീരും. നോക്കിക്കോ.
ഇല്ല ശ്രീനി, എന്ത് ബുദ്ധിമുട്ട്? നാളെ നമ്മുടെ ആശുപത്രിയിലേക്ക് തന്നെ പറഞ്ഞുവിട്. ഞാൻ നോക്കിക്കോളാന്നേ. ആ ശരി, ഓക്കെ, ബൈ. ഇതെന്താ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ അനുക്കുട്ടിക്ക് എന്നോട് ഒന്നല്ല 1000 കാര്യം പറയാലോ. നാളെ നമുക്കൊന്ന് ശങ്കരമംഗലം വരെ പോണം. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ അമ്മക്കുട്ടിയോടുള്ള പിണക്കൊക്കെ തീർന്നു അല്ലേ? എനിക്കാരോടും പിണക്കൊന്നുമില്ല. ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതും കുറച്ച് ദിവസങ്ങൾ. പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു. അതാണ്. ഒടുവിൽ എന്റെ അനുക്കുട്ടിയുടെ തലയ്ക്ക് മുകളിൽ വകതിരിവിന്റെ സൂര്യൻ ഉദിച്ചു. അല്ലെങ്കിൽ തന്നെ ഒന്നോർത്ത, നിന്റെ അമ്മക്കുട്ടി നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ഒരു കുഞ്ഞാവ ശങ്കരമംഗലത്ത് വരുന്നതിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷിച്ചോളാം. വിപിൻ ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ വാ, എനിക്ക് വിശന്നിരിക്കാൻ വയ്യ. അത് പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നീ മാത്രമല്ല, നമ്മുടെ മോനും വിശന്നിരിക്കാൻ പാടില്ല. എന്തായാലും ശങ്കരമംഗലത്തേക്ക് പോകാനുള്ള നിന്റെ തീരുമാനം മാസ്. ആ, നാളെ നിന്റെ അമ്മക്കുട്ടിയുടെ സന്തോഷ കണ്ണീരും കാണണമല്ലോ. വിളിച്ചു പറഞ്ഞോ നാളെ ശങ്കരമംഗലത്തേക്ക് ചെല്ലുന്ന കാര്യം? ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വിപിൻ ചേട്ടൻ വന്നേ. വാ. ആ വേണ്ട ആന്റണി, അതെ അങ്ങനെ ചെയ്താ മതി. ആ അത് കുഴപ്പമില്ലെന്നേ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ അങ്ങ് ചെയ്താ മതി. ശരി. സംഗീത, എന്താ എന്താ പറയടോ, പറയേ, എന്ത് പറ്റിയടോ? നമ്മുടെ ചക്കിക്ക് എന്ത് പറ്റി? ചക്കിക്കൊന്നും പറ്റിയില്ല. അവൾക്ക് എന്നോടുള്ള പിണക്കം തീർന്നു. അവള് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അതെയോ? അതെ നന്ദേട്ടാ, നഷ്ടപ്പെട്ടു പോയ സന്തോഷം 10 മടങ്ങായിട്ട് നാളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. ഞാൻ നേരത്തെ പറഞ്ഞാലേ, ഇത്രയുള്ള കാര്യം. ഇങ്ങോട്ട് വരട്ടെ അവള്. അവളുടെ ചെവിക്ക് ഞാനൊന്ന് പിടിക്കുന്നുണ്ട്. എന്നെ ഇത്രയും ദിവസം സങ്കടപ്പെടുത്തിയതിന്. ശങ്കരമംഗലത്ത് മകളായിട്ട് അനു മാത്രം മതി. ഈ വീട്ടിൽ ഇനി ഒരു കുട്ടി പിറക്കാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് ഇത് തന്നെയാ. 18 വർഷം ഇല്ലാതിരുന്ന ഒരു കൂടപ്പിറപ്പ്, ഒരു അനുജനോ അനുജത്തിയോ ഒന്നും എനിക്കിനി വേണ്ട. നീ എന്തൊക്കെയാ അനു ഈ പറയുന്നേ? നിന്നെ എത്ര തവണ ഇക്കാര്യത്തിൽ ഞാൻ ഉപദേശിച്ചതാ? വിപിൻ ചേട്ടൻ ഇതിൽ ഇടപെടണ്ട. ഞാൻ എന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നവരോടാണ് സംസാരിക്കുന്നത്. എന്ന് പറയുന്നവരോ? മോളെ, നീ ഒന്ന് മനസ്സിലാക്കണം. നിനക്കൊരു കൂടപ്പിറപ്പുണ്ടായാൽ നാളെ അത് നിനക്കൊരു കൂട്ടാണ്. ഞങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാലും നിന്നെ സ്നേഹിക്കാൻ ഒരാള്. അത് വേണ്ട. എന്നെ സ്നേഹിക്കാനേ എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി മതി. ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് എനിക്കിപ്പോ അറിയണം. ഇക്കാര്യം നടക്കത്തില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടാന്ന്. ഒരു കടലോളം സ്നേഹം ഞങ്ങൾക്ക് നിന്നോടുണ്ട്. നിനക്കത് അറിയുകയും ചെയ്യാം. ആ സ്നേഹം മുമ്പിൽ വെച്ചാണ് നീ വിലപേശുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നീ ഇനി ഇവിടെ പറയരുത്.
ചക്കി എന്നിട്ടാ ചക്കി പോകാൻ തുടങ്ങുന്നത് കണ്ടില്ലേ? അനു, നീ ഇപ്പൊ പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ തെറ്റാ. ഇപ്പൊ പറഞ്ഞതിന് അമ്മയോടും അച്ഛനോടും മാപ്പ് പറഞ്ഞിട്ട് ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കുക വേണ്ടത്. വേണമെങ്കിൽ 1-2 ദിവസം നീ ഇവിടെ നിന്നോ. ഇവിടെ നിൽക്കാനോ? ഇവിടെ നിൽക്കാൻ ഇത് എന്റെ വീടല്ലല്ലോ. ഇത് നിന്റെ വീടല്ല അല്ലേ? നീ മുട്ടിലെഴിഞ്ഞതും പിച്ച വെച്ചതും ശങ്കരമംഗലത്തല്ല അല്ലേ? എനിക്ക് പഴം കഥകളൊന്നും കേക്കണ്ട. ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറ്റൂ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. അത് ജനിക്കാൻ പാടില്ല. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? മോളെ, നീ അങ്ങനെ പറയരുത്. പുതിയ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും സ്വരം മാറിയല്ലോ രണ്ടുപേരുടെയും. എന്നെ സംബന്ധിച്ച് അത് കുഞ്ഞല്ല, കുരിശ. നിർത്ത്. ഇവിടെ നിർത്തിയേക്ക സംസാരം. ഇതെന്റെ ഭാര്യ. അവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞ. അതിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഒരു ഭാര്യയും ഭർത്താവും. പറയാ സമ്മതാണെന്ന് പറയ. എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. പറയാൻ ചക്കി, നീ എന്തായി കാണിക്കുന്നത്? ചക്കി, നന്ദേട്ടാ, എന്തായി കാണിക്കുന്നത്? തീർന്നു. ഇവിടെ തീർന്നു. ഇനി അമ്മക്കുട്ടിയുമില്ല, ചക്കിയുമില്ല, ഒന്നുമില്ല. ഇനി ഒരു സംസാരവുമില്ല. ശശാങ്കേട്ടാ, വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിനക്ക് മാത്രമല്ല നിന്റെ അമ്മയ്ക്കും. ഓ, ഉള്ളത് പറഞ്ഞ ആർക്കും പിടിക്കൂലല്ലോ. ആ, ഉള്ളത് പറഞ്ഞാ ഉറിയും ചിരിക്കുന്ന. അതുപോലെ ഉള്ളത് പറഞ്ഞാലേ കള്ളിക്ക് തുള്ളുന്നുണ്ട്. കുടുംബം ഇങ്ങനെ നീറി പുകഞ്ഞു മുന്നോട്ട് പോയാൽ എങ്ങനെയാ? വിപിൻ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആ, അവനായിട്ട് കണ്ടുപിടിച്ച ജീവിതമല്ലേ. അപ്പൊ നമ്മള് മാക്സിമം കുളമാക്കി കൊടുക്കണം. സ്വന്തം മക്കളെ നശിക്കണമെന്നേ ആരും ആഗ്രഹിക്കില്ല. അനുപിടിച്ചല്ല. അവിടെ നിന്നേ നീ. അമ്മ, ഞാൻ പറഞ്ഞിട്ട് കയറിയാ മതി. അളിയാ, എന്തുള്ളത്? അല്ല, അമ്മ എന്തോ അനുവിനോട് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞു. നമ്മുടെ അമ്മയല്ലേ. അമ്മയുടെ തീരുമാനം അമ്മയ്ക്ക് മാത്രമല്ല അറിയാൻ പറ്റും. എന്റെ അമ്മ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണവും ഉണ്ടാവും. ദ അൺപ്രഡിക്റ്റബിൾ അയൽ ലേഡി
അല്ലേ? ഇവരെന്താ സോക്രട്ടീസിന്റെ പെങ്ങളാ പട്ടാപ്പകൽ വിളക്കത്തിച്ചെടുക്കുന്നത്? അയ്യോ, ദേ നമ്മുടെ അമ്മയുടെ രൂപത്തിൽ വേറൊരാള്. അല്ല, ഇങ്ങനെ ചിരിച്ച മുഖത്തോട് കണ്ടിട്ടില്ല, അതാ. മോള് വാ. പിടിക്ക്. ഒരിക്കൽ നിന്നോട് ഞാൻ ചെയ്ത തെറ്റ് ഞാനായിട്ട് തിരുത്തുക. വിളക്കുമായി വലതുകാല് വെച്ച് കയറിക്കോ. ശങ്കരമംഗലത്തുനിന്ന് അടിച്ചിറക്കി വിട്ടതൊക്കെ ഞാൻ അറിഞ്ഞു. നിലവിൽ നിനക്ക് ഇപ്പൊ ഒരു അമ്മയുടെ സ്നേഹമില്ല. അങ്ങനെ ഒരു അമ്മയില്ലാ കുട്ടിയായി നീ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ശങ്കരമംഗലമല്ല, നീ അന്ന് നിന്റെ അമ്മയോട് പറഞ്ഞതുപോലെ കുതിരപ്പന്തിയ ഇനി നിന്റെ സ്വന്തം വീട്. അത് സാരില്ല, അവളുടെ അച്ഛനല്ലേ. എന്നാലും പങ്കജം എപ്പോ പോയി നന്ദേട്ടാ? സന്ധ്യക്ക്. സദ്യ ഒരുക്കിയതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ ഞാൻ പറഞ്ഞു. നന്ദേട്ടന് എന്തെങ്കിലും കഴിക്കണ്ടേ? ഇന്നൊന്നും കഴിച്ചില്ലല്ലോ. താൻ പിന്നെ കഴിച്ചു നിറഞ്ഞ് തൃപ്തിയായിരിക്കുമല്ലേ? ഞാനും കഴിക്കാം. നന്ദേട്ടൻ വാ വാ വാ. ഒരു പാത്രത്തിൽ എടുത്താൽ മതി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നന്ദൻചക്കൻ കഴിച്ചേ. ആദ്യം തനിക്ക്. ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ വാഴ്വിൽ കനലാളും പോലെ ഉരുകും ഒരു മോഹം നീയേ. നെഞ്ചു
കണിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം. കേട്ടോ വിപിൻ ചേട്ടാ, ശങ്കരമംഗലത്തുനിന്ന് പോന്നപ്പോ എനിക്കൊരു അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടു എന്നാ ഞാൻ കരുതിയത്. ഇവിടെ ഇപ്പോ അതിന്റെ 10 മടങ്ങ് സ്നേഹം തരാൻ ഒരമ്മ. കുറച്ചു കാലം മുമ്പ് വരെ ഇവിടത്തെ അമ്മയെക്കുറിച്ച് ഇതൊന്നും ആയിരുന്നില്ലല്ലോ നിന്റെ അഭിപ്രായം. അതന്ന്. ഓരോരുത്തരെയും തിരിച്ചറിയാൻ ഓരോ സമയമുണ്ട്. ദൈവം അത് നമുക്ക് കൺമുമ്പിൽ കാണിച്ചു തരുകയും ചെയ്യും. നീ എന്ത് കണ്ടു, എന്ത് തിരിച്ചറിഞ്ഞു? വിഡ്ഢികളുടെ സ്വർഗലോകത്താനു നീ. ഈ വീട്ടിൽ ഞാൻ ഇത്തിരി സന്തോഷിക്കുന്നതില് വിപിൻ ചേട്ടൻ എന്താ ഇത്ര കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. നീ എവിടെ സന്തോഷിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ നീ ഇപ്പൊ ഈ കാണിക്കുന്ന ആഹ്ലാദത്തിന് ചിത്രശലഭത്തിന്റെ ആയുസേ ഉള്ളൂ. സ്വന്തം പെറ്റമ്മയെ കണ്ണീര് കുടിപ്പിച്ചിട്ട് മറ്റാരുടെയെങ്കിലും സ്നേഹം വലുതെന്ന് കരുതിയാൽ അത് സന്തോഷമാവും അനുകുട്ടി. വിപിൻ ചേട്ടൻ നിർത്ത്. പറഞ്ഞു എങ്ങോട്ടാ പോകുന്നേന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അമ്മയോടും എന്റെ വീട്ടുകാരോടും എനിക്കില്ലാത്ത സ്നേഹവും കരുതലും ഒന്നും വിപിൻ ചേട്ടന് വേണ്ട. എനിക്കറിയാവുന്നതിന്റെ അത്രയും വിപിൻ ചേട്ടൻ എന്റെ വീട്ടുകാരെ അറിയില്ലല്ലോ. യെസ്, അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. എന്റെ വീട്ടുകാരെ എനിക്കറിയാവുന്നിടത്തോളം നിനക്കും അറിയത്തില്ല. എന്റെ അമ്മയുടെ സ്നേഹമൊക്കെ യാഥാർത്ഥ്യമാണെന്നാണ് നീ കരുതുന്നത്? നേരത്തെ അമ്മ നിന്നെ പറഞ്ഞാക്ക് നീ മറന്നോ? സ്നേഹമുള്ളവരൊന്നും മനസ്സിൽ മറച്ചു വെക്കാറില്ല. ഉള്ളിലെ സ്നേഹം അവര് കാണിക്കും. ദേഷ്യം വരുമ്പോ അത് പ്രകടിപ്പിക്കും. ശരി, നിന്റെ സന്തോഷം ഇങ്ങനെ നീണ്ടു പോട്ടെ. ഈ മധുരത്തിൽ അധികം മയങ്ങണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ.